സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 20, 19 മുതൽ 21 വരെ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് യേശു കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ നാം വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ്. ഞാൻ വിശദീകരിക്കാം. യേശു മരിച്ചടക്കപ്പെട്ടിരിക്കുകയാണ്, അഥവാ യേശുവിനെ കുരിശിൽ തറച്ച് അടക്കപ്പെട്ടിരിക്കുകയാണ്. ശേഷം യേശുവിൻ്റെ ശിഷ്യന്മാർ ഇപ്രകാരം ചിന്തിക്കുന്നു: ഗുരുവിനെ ക്രൂശിച്ചവർ ഇനി അടുത്തതായി അവൻ്റെ ശിഷ്യന്മാരായ ഞങ്ങളെയാവും ക്രൂശിക്കുക. ഈ ചിന്തയോടെ കർത്താവ് തിരഞ്ഞെടുത്ത 11 ശിഷ്യന്മാർ, അതിലൊരാൾ അഥവാ യൂദാസ് ഇസ്കറിയോത്ത ആത്മഹത്യ ചെയ്തുവല്ലോ. അവശേഷിക്കുന്ന 11 ശിഷ്യന്മാർ ഭയന്നിരിക്കുകയാണ്. പ്രാണഭയം അവരെ വേട്ടയാടുന്നു. ഒരു വൈകുന്നേരം സമയമായിരുന്നു അത്. അവർ ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കുകയാണ്. പുറത്തു പോകുവാൻ അവർക്ക് കഴിയുന്നില്ല. പ്രാണഭയം വേട്ടയാടുന്നു. സമാധാനമില്ല. എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. യേശുവിനെ ക്രൂശിച്ച പടയാളികൾ, യഹൂദന്മാരടങ്ങിയ അധികാരവർഗം അവരെ പിന്തുടരും, പിടിക്കും, ക്രൂശിക്കും. ഈ ചിന്തയാണ് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അത് നിമിത്തം അവർ ഭയന്ന് വിറച്ച് ഒരു മുറിയിൽ, അടച്ചിട്ട മുറിയിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ്. അവരുടെ പ്രാണൻ ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മുറിവേറ്റ മനസ്സ്, മുറിവേറ്റ ഹൃദയം, ഭാരപ്പെടുത്തുന്ന ചിന്തകൾ. ഈ അവസ്ഥയിൽ അവർ ഇരിക്കുമ്പോൾ ഇതാ ഒരു അത്ഭുതം നടക്കുകയാണ്. മരിച്ചടക്കപ്പെട്ട യേശു, അഥവാ ക്രൂശിൽ തറയ്ക്കപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റ് അവരുടെ മധ്യേ കടന്നു വരികയാണ്. അടച്ചിട്ട മുറിയിൽ എങ്ങനെ യേശു വന്നു? അവർ ഭയന്നു വിറച്ചു. ആ സമയം യേശു അവർക്ക് ഒരു അടയാളം കാട്ടിക്കൊണ്ട് സമാധാനം നൽകുകയാണ്. ആ അടയാളം അവർ കാണുക, ശിഷ്യന്മാർ കാണുക തന്നെ ശത്രുക്കൾ യേശുവിൻ്റെ കൈകാലുകളിൽ ആണിയടിച്ച പാടുകളാണ്.
ആ പാടുകൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട്, അഥവാ യേശു തന്നെയെന്ന് യേശു അവർക്ക് അടയാളസഹിതം വെളിപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്കിനി ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ ആ ചിന്ത നൽകിക്കൊണ്ട് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനത്താൽ, അഥവാ ദൈവിക സമാധാനത്താൽ അവർ നിറയുകയാണ്. അവരുടെ പ്രാണഭയം വിട്ടുപോകുന്നു. അവർക്ക് സമാധാനമുണ്ടാകുന്നു, അവർക്ക് സ്വസ്ഥത ഉണ്ടാകുന്നു, അവർക്ക് ആശ്വാസമുണ്ടാകുന്നു. അവർ സന്തോഷം കൊണ്ട് നിറയുകയാണ്. ഇന്ന് തിരുവചനം ശ്രവിക്കുന്നവരിൽ രോഗം, വ്യാധി, കടഭാരം, മറ്റു പല തരത്തിലുള്ള ശത്രുക്കളുടെ ഭീഷണി, തലമുറകളുടെ വിഷയം, ആവശ്യഭാരങ്ങൾ, ഇത് നിമിത്തം ഈ ശിഷ്യന്മാരുടെ അതേ അവസ്ഥയിലാണോ നിങ്ങളായിരിക്കുന്നത്? യേശു അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ.